ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടി വി ജേർണലിസം ഇൻ ദ ഡിജിറ്റൽ എറ. ഇന്ന് കാണുന്ന ഡിജിറ്റൽ യുഗത്തിൽ ടി വി ജേർണലിസത്തിനെ ഒന്ന് റീഷേപ്പ് ചെയ്തിട്ടുണ്ട്, പുനർനിർമ്മിച്ചിട്ടുണ്ട്. ലൈക്ക് ന്യൂസ് ഉണ്ടാക്കുന്ന രീതി, അതിനെ അവതരിപ്പിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന രീതി എല്ലാത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ ആരംഭത്തോടെ. പണ്ടത്തെ വാർത്താ ചാനലുകൾ ഇപ്പോൾ മത്സരിക്കുന്നുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടും സോഷ്യൽ മീഡിയാസിനോടും ലൈവ് സ്ട്രീമിംഗ് ഇവയോടൊക്കെയാണ്. നമുക്കറിയാം, ഈ ഒരു കോമ്പറ്റീറ്റേഴ്സ് വന്നതോടുകൂടിയാണ് ന്യൂസ് മുഴുവനും ഒറ്റ ചാനലിൽ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. മുമ്പ് ചാനലിൽ ഫോർ എക്സാമ്പിൾ ഏഷ്യനെറ്റ് ഒരു ചാനൽ, അതിൽ സ്കെഡ്യൂൾഡ് ടൈമിങ്ങിലായിരുന്നു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. ലൈക്ക് ഇപ്പോൾ 6 മണിക്ക് ഒരു എന്തെങ്കിലും ഡിവോഷണൽ സോങ്സ് ആണെങ്കിൽ 6:30 ന്യൂസ്, 7:30 സീരിയൽ, ഒരു 8 മണിക്ക് വേറൊരു സീരിയൽ, ഇങ്ങനെ ഒരു സ്കെഡ്യൂൾഡ് ടൈമിങ്ങിലായിരുന്നു ഓരോ പ്രോഗ്രാംസും നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടം വന്നതോടുകൂടി അവരുടെ കോമ്പറ്റീറ്റേഴ്സ് കൂടുകയും ചെയ്തു. ടി വിയിലെ ന്യൂസ് സ്കെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റിംഗ് മാറ്റി 24/7 ആക്കി മാറിയിട്ടുണ്ട്. അതായത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് കൂടിയതോടുകൂടി അവർക്ക് ലൈവായിട്ട് ന്യൂസ് കിട്ടാൻ വേണ്ടി തുടങ്ങി ആൾക്കാർക്ക്. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസിൽ നമുക്ക് എന്താണ് ലൈവായിട്ട് ഏത് സമയത്ത് എന്ത് നടന്നിട്ടുണ്ടോ അതപ്പം തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ന്യൂസിൻ്റെ എതിരാളിയായിട്ടാണ് ഈ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അതോടുകൂടി ഓരോ ചാനൽസും അവരുടെ പ്രത്യേകമായിട്ടുള്ള ന്യൂസ് ചാനൽസ് കൊണ്ടുവന്നു. അതിൽ 24/7 24 മണിക്കൂറും ന്യൂസ് വരാൻ വേണ്ടി തുടങ്ങി. അതായത് ഇപ്പം ഉച്ചയ്ക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ് മുമ്പ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നത് ഈ 6:30 ന്യൂസിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അതെന്തായിട്ടുണ്ട്, ന്യൂസ് ചാനൽ പ്രത്യേകമായിട്ട് വന്നതോടുകൂടി അതിൽ ഏത് സമയത്ത് എന്ത് ന്യൂസ് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ടി വി ജേർണലിസത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണെന്ന് നമുക്ക് ഇതിനെ പറയാം. ആൻഡ് ഓൾസോ വ്യൂവേഴ്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂസിന് വേണ്ടി ടി വിയെ മാത്രമല്ല ആശ്രയിക്കുന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ. പകരം സ്മാർട്ട് ഫോൺസ്, ആപ്സ്, സോഷ്യൽ മീഡിയ ഫീഡ്സ് എന്നിവയിലൂടെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ന്യൂസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏഷ്യനെറ്റ് ആണെങ്കിലും അവരുടെ ടി വിയിൽ മാത്രമല്ല നമുക്ക് ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, മറിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ ആപ്പുകൾ വഴി നമുക്ക് ന്യൂസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടി വി ജേർണലിസമിൻ്റെ മേജർ ചേഞ്ച് എന്നത് ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ലൈവ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി അവരവരുടെ ഫോൺസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. We all know about the camera clarity of iPhones and other smartphones. So, ഇങ്ങനെ സിനിമാറ്റിക് ക്ലാരിറ്റി ഉള്ള ഫോൺസ് വന്നതോടുകൂടി ന്യൂസ് റിപ്പോർട്ടിങ് എളുപ്പമായി തുടങ്ങി. ക്യാമറ ഇല്ലാതെ തന്നെ മൊബൈൽ ഫോൺസിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഏരിയൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രോൺസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ സ്റ്റോറീസ് ട്രാക്ക് ചെയ്യാനും ഓഡിയൻസിന് ഇടപെടൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വി ഓൾ നോ ദാറ്റ് അങ്ങനെ ഒരു യുഗത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നുള്ളത്, അല്ലേ? ന്യൂസ് ചാനൽസ് വെച്ച് വാർത്ത കേൾക്കുന്നതും കൂടുതൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നുള്ളത്. ന്യൂസ് ചാനൽസ് ഇപ്പോൾ ആരും വെച്ച് വാർത്തകൾ കേൾക്കാറില്ല. അതിനേക്കാളും സ്പീഡിൽ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ നിന്ന് വാർത്തകൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ജേർണലിസ്റ്റ് മാത്രമല്ല, ആൻ ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണ മനുഷ്യൻ പോലും എന്തെങ്കിലും ന്യൂസ് കണ്ടാൽ പെട്ടെന്ന് അവരുടെ ഫോൺ എടുക്കും, എന്നിട്ട് അതിൽ പകർത്തും ഓൺലൈനായി ഷെയർ ചെയ്യും. ഇന്ന് ഇതും ഏറ്റവും കൂടുതൽ നടക്കുന്നുള്ള ഒന്നാണ്. ദിസ് ഈസ് കോൾഡ് സിറ്റിസൺ ജേർണലിസം. ഇതൊക്കെ തന്നെയാണ് ജേർണലിസത്തിൻ്റെ ഡിജിറ്റൽ എറയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നുള്ളത്. ഇതാണ് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ എറ വന്നതോടുകൂടി കുറേ ചാലഞ്ചസും ഈ ഒരു ടി വി ജേർണലിസം നേരിടുന്നുണ്ട്. കുറേ എളുപ്പമായി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ ചാലഞ്ചസ് അത് നേരിടുന്നുണ്ട്. ദ മെയിൻ ചാലഞ്ച് ഈസ് റിസ്ക് ഓഫ് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ്. ഇപ്പോൾ നമുക്കറിയാം, കിട്ടിയ ആൾക്കാരിങ്ങനെ കാണുന്നുള്ളത് നേരത്തെ പറഞ്ഞ സിറ്റിസൺ ജേർണലിസം നടക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ജസ്റ്റ് ഒരു പാർട്ട്
അവർ വീഡിയോ എടുക്കും, എന്നിട്ട് ഓൺലൈനിൽ ഷെയർ ചെയ്യും. അപ്പം അവിടെ ആക്യുറസിയാണ് ഇല്ലാതാവുന്നുള്ളത്. സത്യം എന്ത് എന്നുള്ളത് ആൾക്കാർ അറിയുന്നില്ല. അപ്പം എല്ലാ ആൾക്കാരും ഈ സിറ്റിസൺ ജേർണലിസം ആയതോടുകൂടി ആരുടെ ന്യൂസാണ് സത്യം, ആരുടെ ന്യൂസാണ് ഫേക്ക് എന്നുള്ളത് മനസ്സിലാവാതെയായി. പണ്ട് നമ്മൾ ഈ ന്യൂസ് ചാനൽസിലായിരുന്നു കൂടുതൽ വിശ്വസിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഏത് ന്യൂസ് വന്നാലും നമ്മൾ ന്യൂസ് ചാനലിൽ കാണുന്ന സമയത്ത് ഇതാണ് സത്യം, ഇതാണ് ന്യൂസ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ കിട്ടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ന്യൂസ് ഇടുന്നത് കൊണ്ട് നമുക്ക് സാധാരണ ശരിക്കുള്ള ന്യൂസിനോടുള്ള വിശ്വാസം പോയി തുടങ്ങി. സോ നമുക്കെന്ത് പറയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഡിജിറ്റൽ എറ വന്നതോടുകൂടി ഇൻക്രീസ്ഡ് ദ റിസ്ക് ഓഫ് മിസ്ഇൻഫർമേഷൻ, തെറ്റായ ന്യൂസുകൾ വരാനുള്ള റിസ്ക് കൂടിക്കൊണ്ട് വന്നു. ജേർണലിസ്റ്റിന് ക്വിക്ക്ലി ഏറ്റവും പെട്ടെന്ന് സത്യമായിട്ടുള്ള ന്യൂസ് കൊണ്ടുവരണം എന്നുള്ളൊരു പ്രഷർ വന്നു തുടങ്ങി. ബിക്കോസ് ആൾക്കാർ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിനേക്കാളും കൂടുതൽ വിശ്വസിക്കുന്നുള്ളത് ന്യൂസ് ചാനൽസിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു ന്യൂസ് ആണെങ്കിലും അതിനെ കൃത്യമായി അന്വേഷിക്കുക, എന്നിട്ട് ന്യൂസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതലുള്ള റിസ്ക്കായി മാറിയിട്ടുണ്ട്. ഇന്നുള്ളതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ന്യൂസ് എന്നുള്ളത് ഇറ്റ് മെയിൻറ്റെയിൻസ് ക്രെഡിബിലിറ്റി. അവർ സത്യസന്ധമായിരുന്നു. ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്തിട്ട് മാത്രമായിരുന്നു അവർ ന്യൂസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന സിറ്റിസൺ ജേർണലിസം മാത്രമല്ല, എത്രയോ ജേർണലിസ്റ്റ്, എത്രയോ ചാനൽസ് ഞങ്ങൾക്ക് മുമ്പേ, മറ്റുള്ളവർക്ക് മുമ്പേ ന്യൂസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാതെ തന്നെ അവർ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ദിസ് ഡിജിറ്റൽ എറ. ഈ ചാലഞ്ചസിന് ഇടയിലും ഈ ഡിജിറ്റൽ യുഗം നിരവധി അവസരങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻറ്ററാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ്, പേഴ്സണലൈസ്ഡ് കോണ്ടൻറ്റ്, ഗ്ലോബൽ റീച്ച്, ഇതൊക്കെയും ഓഡിയൻസിൻ്റെ ഇടപെടലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ TV ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഓഡിയൻസിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പുതിയ ഫോമാറ്റ്സ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ഇന്നൊവേറ്റീവ് ആക്കിയിട്ടുണ്ട്. റാപ്പിഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ മീഡിയ എൻവയോൺമെൻറ്റിൽ അതുപോലെ തന്നെ കൂടുതൽ ഇന്നൊവേറ്റീവ് ആയിട്ടും ഡെവലപ്ഡ് ആയിട്ടും നിൽക്കാൻ വേണ്ടി TV ജേർണലിസമിനെ ഡിജിറ്റൽ എറ സഹായിച്ചിട്ടുണ്ട്. ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേ ദാറ്റ് ഡിജിറ്റൽ യുഗത്തിലെ TV ജേർണലിസം എന്നുള്ളത് എ ബ്ലെൻഡ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഇന്നൊവേഷൻ. വൈൽ ചാലഞ്ചസ് ലൈക്ക് മിസ്ഇൻഫർമേഷൻ, ഫേക്ക് ന്യൂസ് ആൻഡ് കോമ്പറ്റീഷൻ നേരിടുമ്പോഴും മറ്റേ തലത്തിൽ നോക്കിയാൽ ഇത് കൂടുതൽ ആക്സസിബിൾ ആവുകയും ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ഡൈവേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സും ഇതിൽ കാണാം. സോ നമുക്ക് പറയാം ട്രഡീഷനും ഇന്നൊവേഷനും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഇപ്പം കാണുന്ന TV ജേർണലിസം എന്നുള്ളത്. ടെക്നോളജി മാറുന്നതോടൊപ്പം തന്നെ TV ജേർണലിസം ഇല്ലാതാവുകയല്ല ചെയ്യുന്നുള്ളത്, മറിച്ച് മാറ്റത്തിനോടൊപ്പം തന്നെ മാറുകയാണ് ചെയ്യുന്നുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് TV journalism in the digital era. Hope you understand. Thank you all. Bye.